നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ഉമ്മൻ, ന്യൂറോസയനാണ്. നമ്മുടെ ഒ.പിയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗലക്ഷണമാണ് നടുവേദന. അതായത് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു നടുവേദന. ചിലപ്പോൾ കുനിഞ്ഞ് എന്തെങ്കിലും വെയിറ്റ് പൊക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കുറേ നേരം ഡ്രൈവ് ചെയ്തിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ പെട്ടെന്ന് വരുന്ന ഒരു നടുവേദന. ഇതിൻ്റെ മെയിൻ കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക് തെന്നുന്നതാണ്. അപ്പോൾ ഡിസ്കിൻ്റെ ഒരു കവറിങ് ഉണ്ട്, ആനുലസ് എന്ന് പറഞ്ഞ്. ആ കവറിങ് എന്തെങ്കിലും ടിയർ വന്നു കഴിഞ്ഞാൽ ഡിസ്ക് പുറത്തേക്ക് ചാടും. അത് ചെന്ന് ഞരമ്പേ തട്ടി പെട്ടെന്നൊരു പെയിൻ ഉണ്ടാവും. അത് ഒന്നുകിൽ നടുവേദനയായിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ നടുവേദനയിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പെയിൻ. അതായത് കാലിലേക്ക് പോകുന്ന ഞരമ്പേ തട്ടുമുണ്ടാകുന്ന ഒരു പെയിൻ. ഇതിനെയാണ് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഇത് വളരെ കോമൺ ആയിട്ട് ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്? ഭൂരിഭാഗം ആൾക്കാർക്കും സാധാരണ രീതിയിൽ ആദ്യമൊക്കെ ചെറുതായിട്ടായിരിക്കും ഒരു വരുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നൊരു ക്യാച്ച് ചെയ്യും, നമ്മുടെ ബാക്കിൽ പെട്ടെന്നൊരു ക്യാച്ച് ചെയ്ത് നമുക്ക് കുനിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. അതിൻ്റെ കൂടെ കഠിനമായ വേദനയും ചിലപ്പോൾ കാലിലേക്ക് ഉണ്ടാകുന്ന ഒരു തരിപ്പ്. ചിലപ്പോൾ ഒരു കാലിലായിരിക്കും, ചിലപ്പോൾ രണ്ട് കാലിലും കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഒരു 2-3 ദിവസം നല്ലതായിട്ട് റെസ്റ്റ് എടുക്കുക. ബേസിക്കായിട്ടുള്ള പെയിൻ കില്ലേഴ്സ്, പാരസിറ്റമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ റിലാക്സൻറ്റ് പോലെ ഒരു ഗുളികളൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ടമായിട്ടും ചെയ്യേണ്ടത്. ഒരു 80-90% ആൾക്കാർക്കും കുറച്ച് ദിവസം റെസ്റ്റും മെഡിസിൻസിനോട് അത് കുറയും. ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ മസാജ് ചെയ്താൽ ശരിയാവുമോ അല്ലെങ്കിൽ വേറെ ഹോട്ട് ഫോർമുലേഷനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് മസാജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയത്തില്ല അത് ശരിക്കും വേറെ എന്താ പ്രോബ്ലം എന്നുള്ളത്. മസാജ് ചെയ്ത ചില കേസുകളൊക്കെ വേദന കൂടുക ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റും മെഡിസിൻസുമാണ് നമ്മൾ വേണ്ടത് ചെയ്യുന്നത്. പിന്നെ ഏത് സിറ്റുവേഷനാണ് ഡോക്ടറെ പോയി കാണുന്നത്? അതായത് 3-4 ദിവസം റെസ്റ്റ് എടുത്തിട്ടും വേദന മാറുന്നില്ല, കഠിനമായ വേദന കൂടിക്കൂടി വരുന്നു, ഈ കാലിലേക്കുള്ള തരിപ്പ് നിരന്തരമായിട്ട് കുറയാതെ നിൽക്കുന്നു, നമുക്ക് അതിൻ്റെ കൂടെ കാലിലേക്ക് ബലക്കുറവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പം ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ പ്രധാന ചികിത്സ എപ്പോഴും റെസ്റ്റും മെഡിസിൻസുമാണ്. അത് വർക്കായില്ലെങ്കിൽ മാത്രം വൈദ്യസഹായം നമ്മൾ തേടേണ്ടതാണ്. പിന്നെയും നമ്മളത് സഹിച്ച് അതിനെക്കുറിച്ച് കറക്റ്റ് ഡയഗ്നോസ് ഇല്ലാതെ തുടർന്നുള്ള ചികിത്സയ്ക്ക് നമ്മൾ പോകല്ല. അപ്പം ഒരു ആശുപത്രി ചെന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെയുള്ള ചികിത്സ അതിനുശേഷം ചെയ്യുക. താങ്ക് യു.